പ്രകാശ പ്രകാശ ഓ ഇത് എന്തു കോലമാണോ ഇത്? അമ്മേ, ഞാൻ തീർത്ഥാടനത്തിന് യാത്രയ്ക്ക് പോവല്ലേ, അപ്പൊ ഒന്ന് ഷേവ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടൊക്കെ പോവാന്ന് ചോദിച്ചു. എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനേ ലോകേഷ് ഗുരുജിയെ വിളിച്ചു. അമ്മ എന്തിനാ ലോകേഷ് ഗുരുജിയെ വിളിച്ചത്? ഇത് അമ്മയുടെ കുഞ്ഞപ്പേട പോകുമല്ലോ തോന്നുമ്പോഴൊക്കെ വിളിക്കാൻ. നീ ഗുരുവല്ലേ? എനിക്കെന്താ വിളിക്കാൻ പാടില്ലേ? അമ്മ അങ്ങനെ തോന്നുമ്പോ വിളിക്കാൻ പറ്റുന്ന ഒരാളാണോ? അല്ല, അമ്മ വിളിച്ചെന്ന് പറയുമ്പോ നിങ്ങൾ അതിനിങ്ങനെ കടന്ന് തുള്ളുന്നത്? മിണ്ടരുത്. തുള്ളുന്ന നിങ്ങളിനി തുള്ളാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ എന്തുവാടി ഒരു മതി കുത്തി കുത്തി സംസാരിക്കുന്നേ? കുത്തി പറയാൻ ഇതെന്താ, മുട്ടു സൂചിയോ? ഞാൻ ലോകേഷ് ഗുരുജിയെ വിളിച്ചു. കൂട്ടത്തിൽ നമ്മുടെ ആ സഞ്ജുവിന്റെ സർക്കാർ ജോലി കാര്യത്തെ പറ്റി സംസാരിക്കുകയും ചെയ്തു. ഗുരുജി എന്ന് പറഞ്ഞു? ഗുരുജി പറഞ്ഞതേ, ഈ തീർത്ഥാടനത്തിനൊന്നും പോകണ്ട, നമ്മുടെ വീടിന്റെ കിഴക്കേ ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് മൂല വരെ ഒരു 25 പ്രാവശ്യം അങ്ങോട്ട് ശയന പ്രദർശനം ചെയ്താൽ മതിയെന്ന്. ഗുരുജി പറഞ്ഞാൽ അത് ശരിയായിരിക്കും. 25 പ്രാവശ്യം ശയന പ്രദർശനം നടത്തട്ടെ. എവിടെ സഞ്ജു? എവിടെ സഞ്ജു? സഞ്ജു അല്ല ചെയ്യേണ്ടത്, നിങ്ങളാ ഉരുളേണ്ടത്. ഞാൻ അവന്റെ ജോലിക്കാരത്തിന് ഞാൻ എന്തിനാ ഉരുളുന്നേ? അവനായിരിക്കും, അവൻ തന്നെ ഉരുളണം. നിങ്ങൾ തന്നെ ഉരുളണം. ഗുരുജി എന്താ പറഞ്ഞേ? ഗുരുജി പറഞ്ഞത് അത് തന്നെയാടാ, നീ തന്നെ ഉരുളണം. സഞ്ജുവിന്റെ അച്ഛനാ ഉരുളേണ്ടതെന്നാ പറഞ്ഞത്. മിണ്ടരുത്. നീ അല്ല സംസാരിച്ചത്, അമ്മയാണ്. എടാ ഞാൻ പറയാം, സഞ്ജുവിന്റെ അച്ഛൻ തന്നെ ഉരുളണമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാ. തലയിൽ മണ്ട കയറുന്നില്ലേ? മണ്ടയിലൊക്കെ കയറി എനിക്ക് സൗകര്യമില്ല ഉരുളാൻ. അവന് ജോലി വേണമെങ്കിൽ അവൻ തന്നെ ഉരുളട്ടെ. വേണ്ട, എന്റെ മോൻ തന്നെ ഉരുളും. എന്റെ മോൻ ഉരുളും, ഉരുണ്ടിരിക്കും. സരസ്വതി അമ്മയുടെ മകനാണെങ്കിൽ നിങ്ങൾ ഉരുണ്ടിരിക്കും. കണ്ടല്ലോ ഉരുളടാ പോയി. ക്ലീനാക്ക്, നമുക്ക് ഉരുളേണ്ടതല്ലേ? എന്നാലും ഗുരുജീനെ കൊണ്ട് നമുക്ക് എത്ര പൈസ ലാഭായി അല്ലേ? നോക്ക്. അതേടി, നല്ല ലാഭാടി, നല്ല ലാഭാടി. വേഗം നോക്ക്, റെഡി ആയിട്ട് വാ, ഉരുണ്ട് കളിക്കാലോ. വാ. എടാ നോക്കടാ, ഞാൻ കട്ട് ചെയ്യുന്നത് എന്റെ സ്റ്റൈലായിട്ടാണോ നോക്കിയേ? അതിന് തന്നെ എനിക്ക് ഫാൻസ് കൂടും. ഇത് കട്ട് ചെയ്യുന്നതിന് സൈഡൊന്നും അല്ല, ഇത് ഡയറക്ഷന്റെയും ക്യാമറയുടെയും എടുക്കാണ് ഈ വീഡിയോ. ആ ക്യാമറമാൻ ഞാനും കൂടിയാണ്, അത് മറക്കരുത്. എന്തായി നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ? ഒത്തില്ലല്ലേ? കണ്ടു നോക്ക്. വിത്തിൻ അവേഴ്സ് മില്യൺസ് കയറേണ്ട വീഡിയോ ആണ്, മില്യൺസ് ഓഫ് വ്യൂസ്. 10 പേര് കണ്ടാ ഭാഗ്യം. എന്നാ ഈ വീഡിയോ നീ കാണണ്ട കേട്ടോ. അത് ശരി, മാറി. അല്ല, എന്നാലും ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. വേണ്ട വേണ്ട. വേണ്ട, അത്ര മോശ? കാണ്. കാണിച്ചു കൊടുത്തേക്കടി. എടാ ഈ പട്ടി ഷോയ്ക്ക് ഞാൻ എങ്ങനെയാടാ കാണിച്ചു കൊടുക്കാൻ പറ്റുക? കുഴപ്പമില്ല, കണ്ടങ്ങ് കുശും പടകട്ടെ, കണ്ടങ്ങ് ആസ്വദിക്കട്ടെ നമ്മുടെ കഴിവ്. ക്യാമറമാൻ ഞാനാണേ. കൊള്ളാലൂടെ, നല്ല വീഡിയോ ആണല്ലോ. ഇത് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യാം. അല്ല, നല്ല വീഡിയോസ് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യാം, നല്ല റീച്ച് കിട്ടും. വേണ്ട. എന്നാലും വേണ്ട. എന്താ അങ്ങനെയൊക്കെ പറയണം? അങ്ങനെയൊക്കെ പറയല്ലേ. നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല ചേച്ചി, ഞങ്ങള് പാവപ്പെട്ട യൂട്യൂബേഴ്സ് അല്ലേ. നമുക്ക് വലിയ കഴിവൊന്നുമില്ലല്ലോടാ. നമുക്ക് അപ്ലോഡ് ചെയ്യാം. വേണ്ട. രാവിലെ നീ ആരെ ത്യാഗി വിട്ടത്? നല്ല കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറയാമോ? നമുക്ക് ബാക്കി എഡിറ്റ് ചെയ്യാം. നമുക്ക് ബാക്കി ഇവിടെ ശല്യം മാറി. ഞാൻ ഉരുളണോ അമ്മ? ആ ഉരുളണം. നമ്മുടെ സഞ്ജുമോന് വേണ്ടിട്ടല്ലേ, അങ്ങോട്ട് ഉരുള്. അമ്മ, നമുക്ക് ലോകേഷ് ഗുരുജിയെ വിളിച്ചു ചോദിച്ചിട്ട് ഈ ശയന പ്രദർശനം മാറ്റിയിട്ട് ഭജനയാക്കിയാലോ? നിന്റെ സൗകര്യത്തിന് പറയുന്ന ആളല്ല ലോകേഷ് ഗുരുജി. അങ്ങോട്ട് ഉരുണ്ടേടാ. ലോകേഷ് ഗുരുജി ലോകേഷ് ഗുരുജി
എടി 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 പ്ലീസ് എനിക്ക് ആ കണ്ടന്റ് ഒന്ന് താടി പ്ലീസ്. ഒരുപാട് ഷോ കാണിച്ചല്ലേ തരത്തില്ല. എടി എന്താണ് കണ്ടന്റ് ഇല്ല, നീ പോടാ പ്ലീസ്. തരത്തില്ല. എനിക്ക് ഒറ്റ കണ്ടന്റും ഇല്ലാത്തോണ്ട്. തരത്തില്ലാന്ന് പറഞ്ഞില്ലേ ചുമ്മാ. ദാ കണ്ടന്റ് ഇത് വീഡിയോ എടുക്കണം. ഇതെന്താ അച്ഛന്റെ അമ്മാങ്ങല്ല, ഇതെന്താണ്? എന്താ എല്ലാം ലോകേഷ് ഗുരുജിയുടെ മായ. എടാ ഇതെല്ലാം കണ്ടന്റ് പിടിച്ചോ, നല്ല കണ്ടന്റ്. ഞാൻ വീഡിയോ എടുക്കണ്ടേ? യൂട്യൂബിൽ ഇട്ടോ. എന്നാ കാര്യം കേട്ടാ. അങ്ങനെ